ടോം ജോസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് ബാങ്കുകൾക്ക് കത്ത് നൽകി. ടോം ജോസിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും റെയ്ഡ് നടത്തി. ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, അദ്ദേഹത്തിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുക എന്ന നിലപാടിലേക്കാണോ നിലവിലെത്തിയിരിക്കുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ബാങ്കുകൾക്ക്. കാരണം നാളെ അവധി ദിവസങ്ങളാണ് ഇനി വരുന്നത്. ദീപാവലി അടക്കമുള്ള അവധി ദിവസങ്ങൾ വരുന്നതിനാൽ വേഗം ഇത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തില്ലെങ്കിൽ ആ അക്കൗണ്ടിനുള്ളിൽ ഇരിക്കുന്ന പണം നഷ്ടപ്പെട്ടേക്കുമോ എന്ന സംശയം അവർക്കുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ടോം ജോസിന്റെ ഫ്ളാറ്റുകളിലും ഭാര്യ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിലും റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി വി എൻ ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി വേണുഗോപാൽ, ബിജി ജോർജ് അടക്കം 5ഓളം CA-മാരടങ്ങുന്ന 20-അംഗ സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഫ്ളാറ്റിൽ വെച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ ടോം ജോസിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷമാണ് ടോം ജോസിന്റെ ഭാര്യയുമായി എത്തി പാലാരിവട്ടത്തെ ഫ്ളാറ്റ് തുറപ്പിച്ച ശേഷം ഉച്ചയോടെയാണ് പാലാരിവട്ടത്തെ ഫ്ളാറ്റിൽ റെയ്ഡ് ആരംഭിച്ചത്. സമാന്തരമായി തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും രാമപുരത്തെ സുഹൃത്തായ ഡോക്ടർ അനിത ജോസിന്റെ വീട്ടിലും പരിശോധനകൾ നടന്നു. ടോം ജോസിനെ സിന്ധുർഗ ജില്ലയിൽ 50 ഏക്കർ സ്ഥലം വാങ്ങാൻ ആയി എടുത്ത ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് 1,63,00,000 രൂപ നൽകി സഹായിച്ച വ്യക്തിയാണ് പ്രവാസിയായ ഡോക്ടർ അനിത ജോസ്. റെയ്ഡ് നടന്ന എല്ലാ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ പൂർണ്ണമായും വിജിലൻസ് പാലിച്ചിരുന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തി. ടോം ജോസിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിക്കാനായി വിജിലൻസ് ബാങ്കുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കെ എം എബ്രഹാമിന് പിന്നാലെ IAS അസോസിയേഷനായ ടോം ജോസിന്റെ വീട്ടിൽ തന്നെ വിജിലൻസ് റെയ്ഡ് നടത്തിയത് ഉന്നത IAS ഉദ്യോഗസ്ഥരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരും എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.